ഹായ് ഫ്രണ്ട്സ്, ഡ്രാക്സരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടിയാഗോയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഓണർഷിപ്പ് റിവ്യൂ ഞാൻ 1.5 വർഷത്തിലൊരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഈ നവംബർ വരുമ്പോൾ 2022 നവംബർ വരുമ്പോൾ 4 വർഷമാവാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വണ്ടി 1.5 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും കിലോമീറ്റേഴ്സ് കവർ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി 32,000 കിലോമീറ്റേഴ്സ് കവറായി എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ലോക്ക്ഡൗണൊക്കെ വന്നിട്ട് വണ്ടി കുറച്ചാൾ ഓട്ടം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ജോബും എന്താ പറയുന്നത് വർക്ക് ഫ്രം ഹോമോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയുടെ ഓട്ടം പൊതുവെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 4 വർഷം ആവാൻ പോണ ഒരു 32,000 ആയതേ ഉള്ളൂ കിലോമീറ്റേഴ്സ്. എന്നിട്ട് ഇതിൽ പറയാനുള്ളത് പിന്നെ അതിനുശേഷം 1.5 വർഷത്തിൻ്റെ റിവ്യൂവിന് ശേഷം മാറ്റങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടയർ മാറേണ്ടി വന്നു. എന്ന് പറയുമ്പോൾ ഞാൻ മാറിയപ്പം മൊത്തം ഫുള്ള് സെറ്റായിട്ട് 4 മാറിയത്. അതിൻ്റെ ചിലവ് അറിയാം. പിന്നെ ഓരോ സർവീസിന് എത്ര കോസ്റ്റ് വരുന്നു, പെയ്ഡ് സർവീസിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ. പിന്നെ ഓരോ കാര്യം മൈലേജിൻ്റെ ഒരു ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ പിന്നെ ഇതാണ് മൈലേജിൻ്റെ കാര്യം പറയാൻ. ആദ്യം തന്നെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. ആക്ച്വലി ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മളെ ഓണേഴ്സ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് കണ്ടു വണ്ടിക്ക് മൈലേജ് ഇല്ല, ഇത്രയേ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതെനിക്ക് കൂടുതലും തോന്നുന്നത് ചില യൂട്യൂബ് വീഡിയോസിലെ ആൾക്കാർ ചിലപ്പോൾ വണ്ടിയുടെ റിവ്യൂ പറയുമ്പോൾ കുറച്ച് വണ്ടിയുടെ ക്ലെയിംഡ് മൈലേജ് തന്നെ ആയിരിക്കും പറയുന്നത്. പിന്നെ ഷോറൂമിൽ അവർ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു മൈലേജ് ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിക്കത്തില്ല. ആക്ച്വലി വണ്ടിയിൽ ടിയാഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ സെഗ്മെൻറ്റിൽ ഒരുവിധം ഈ ഒരു സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പിന്നെ വണ്ടിയിൽ ഞാനന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു 16 ആ റേഞ്ചിലാണ് ടാങ്ക് ടു ടാങ്ക് മൈലേജ് കിട്ടിയത്. അതിപ്പോൾ അത് MIDയിലോ ഏകദേശം 22 കാണിച്ച സമയത്താണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഞാൻ ഓടിച്ച റോഡുകളും എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനത്തെ സിറ്റുവേഷനിൽ അത് ഓടിച്ചതെന്നുള്ളത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഫുൾ AC ഒരു 10 കിലോമീറ്റർ ട്രിപ്പിൽ എനിക്ക് 9 പോയിൻറ്റ് സംതിങ്ങിൻ്റെ മൈലേജും MIDയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി ഓടിക്കുന്നതിൻ്റെയും നമ്മളെ ട്രാഫിക് കണ്ടീഷൻസിൻ്റെയും രീതിയിലാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത് ഏകദേശം. എന്നാലും ഒരു മാക്സിമം നമ്മളൊരു ആവറേജ് നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ ഫുൾ ഹൈവേയിൽ കേരളത്തിൽ റോഡ് അറിയാലോ, അങ്ങനെ നമുക്ക് എപ്പോഴും 5th ഗിയറിൽ ഓടിക്കാൻ പറ്റുന്ന റോഡൊന്നുമല്ല കേരളത്തിലുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 16, 15 അതൊക്കെ മാക്സിമം 17 മാക്സിമം നോക്കിയാൽ മതി. മാക്സിമം ഒരു 13, 14 ആയിരിക്കും ഒരു ആവറേജ് നമുക്ക് എപ്പോഴും വണ്ടിയിൽ കിട്ടുന്ന മൈലേജ് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. ഇതിൽ നിന്നും ഇപ്പോൾ നമ്മൾ വളരെ ലൈറ്റ് ഫുട്ടായിട്ട് ഓടിച്ചിട്ട് നല്ല മൈലേജ് കിട്ടുന്ന ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. 20, 25 മൈലേജൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് വണ്ടിയിൽ ഓടിച്ച് കിട്ടുന്നവരുണ്ട്. അത് കൂടുതലും നൈറ്റ് ട്രിപ്പൊക്കെ ആയിരിക്കും. നൈറ്റ് ട്രിപ്പിൽ 5th ഗിയറിൽ എന്ന് പറയുമ്പോൾ ചെറിയ 2000 RPM താഴെ വണ്ടി പോകുമ്പോൾ നമുക്ക് കിട്ടും. ഒരു 25 റേഞ്ചിലൊക്കെ MIDയിൽ കാണിക്കാൻ നല്ല ചാൻസ് ഉണ്ട് വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാം. അത്ര മൈലേജ് കിട്ടും എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആ സമയത്ത് നമുക്ക് എന്തായാലും 20+ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നൈറ്റ് ഡ്രൈവിൽ ഫുള്ള് 5th ഗിയറിൽ ഓടുന്ന സമയത്ത് മാത്രമാണ്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും 4 വർഷത്തിൽ. അതുകൊണ്ട് ഈ പലരും ഗ്രൂപ്പുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൈലേജ് ഒത്തിരി കുറവാണെന്ന്. ആ ഒരു ഇഷ്യൂ എനിക്കൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ സർവീസ് പറയുമ്പോൾ ടിയാഗോയുടെ ഇപ്പോൾ നമ്മൾ ടിയാഗോ അല്ല ടാറ്റ വണ്ടിയൊക്കെ തന്നെ 6 മാസം ഇൻ്റർവെല്ലിലാണ് ഒരു സർവീസ് വരുന്നത്. 6 മാസം അല്ലെങ്കിൽ ടിയാഗോയ്ക്ക് 7,500 കിലോമീറ്റർ ഇൻ്റർവെല്ലിലാണ് നമുക്ക് സർവീസ് വരുന്നത്. അതിനകത്ത് ആദ്യത്തെ 6 മന്ത്സിൽ വരുന്ന ഒരു മൈനർ സർവീസ് ആയിരിക്കും, അതൊരു ജനറൽ ചെക്കപ്പ് ആയിരിക്കും. അതിന് നമുക്ക് ഏകദേശം ഒരു 800 to 1000 ആയിരിക്കും അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ അഡീഷണൽ വർക്കൊന്നും പാർട്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ 800 to 1000 ആയിരിക്കും അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് പെയ്ഡ് സർവീസിൻ്റെ. പിന്നെ മേജർ സർവീസ് ഒരു ഓയിൽ ചേഞ്ച് വരുമ്പോൾ ഓയിൽ ചേഞ്ച് ബാക്കി നമ്മൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഓയിൽ എന്താ പറയുന്നത് ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 4,600 to 5,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം നമുക്ക് ചിലവാകുന്നത് ഏകദേശം ഒരു 6,000 രൂപയ്ക്കകത്താണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ സർവീസ് കോസ്റ്റ് ചിലവാകുന്നത്. ലാസ്റ്റ് ഞാൻ ബമ്പർ ടു ബമ്പർ 0 ഡിപ്രീസിയേഷൻ ഇൻഷുറൻസ് എടുത്തത് 8,800 രൂപ റേഞ്ചിലായിരുന്നു. അത് ഞാൻ policybazar.com നിന്ന് എടുത്തത്. ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരും. എന്നാലും അവർ പിന്നെ ഇതെന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടും. ഇതാകുമ്പോൾ കുറച്ചൊന്ന് കറങ്ങിപ്പോവേണ്ടി വരും. പക്ഷേ റേറ്റിൽ നമുക്ക് കുറച്ചൊരു വ്യത്യാസം കിട്ടും. അത് നിങ്ങളുടെ കംഫർട്ടബിലിറ്റി ഏതാണോ നല്ലത് അത് അനുസരിച്ച് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പോവുക. അതാണ് പറയാനുള്ളത്. എനിക്ക് ടയർ ഞാൻ പറയാം ഏകദേശം ഒരു 30,000 ആയപ്പോഴത്തേക്കും എൻ്റെ ടയറിൻ്റെ ലൈഫ് കഴിഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്താ പറഞ്ഞത് 2 ടയറുകൾ മാറേണ്ട ഒരവസ്ഥയായി. എന്നാലും
ബാക്കി ടയറുകൾ ബാക്കി 2 ടയർ കുറച്ച് കിലോമീറ്ററും കൂടെ ഓടുമെങ്കിലും എന്നാലും ഒന്നിച്ച് മാറുന്നതാണ് നല്ലതെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ 4 ടയറും ഒന്നിച്ച് മാറി. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഗുഡിയറിൻ്റെ ടയറാണ്. ഇത് വാങ്ങിച്ചപ്പോൾ 4600 രൂപയായിരുന്നു പെർ ടയർ കോസ്റ്റ് വന്നത്. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനി നമ്മൾ ടിയാഗോ എടുക്കാൻ പോകുന്നവരായാലും ഓൾറെഡി ഉള്ളവരായാലും എടുക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡഡ് വാറൻറ്റി എല്ലാവരും എടുത്തിരിക്കണം വണ്ടിയിൽ. നമുക്ക് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് 2 years വാറൻറ്റി കിട്ടുന്നുണ്ട്. അതിന് മുകളിൽ എക്സ്റ്റൻഡഡ് വാറൻറ്റി, ഈവൻ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു വേരിയൻ്റ് താഴെ വേരിയൻ്റ് എടുത്താലും പക്ഷേ എക്സ്റ്റൻഡഡ് വാറൻറ്റി പക്ക എടുത്തിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റിയറിംഗ് കോളം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ വാറൻറ്റിയിലാണ്, ഞാൻ എക്സ്റ്റൻഡഡ് വാറൻറ്റി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോൾ. ആ സമയത്ത് കോസ്റ്റ് ഞാൻ ഓർമ്മിക്കുന്നില്ല, അത് 2018. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് അതുമല്ല, ആ സമയത്ത് എനിക്ക് 6000-7000 റേഞ്ചിൽ എനിക്ക് ഗോൾഡ് AMC കിട്ടിയായിരുന്നു 2 years ബാക്ക്. അതുകൊണ്ട് ആദ്യത്തെ 2 year 2 years എനിക്ക് സർവീസ് കോസ്റ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പെയ്ഡ് സർവീസിൻ്റെ ചാർജാണ് ഞാൻ പറഞ്ഞത്. എക്സ്റ്റൻഡ് വാറൻറ്റി എന്തായാലും മസ്റ്റായിട്ട് എടുക്കണം. നിങ്ങൾ 3 years എടുക്കാൻ പറ്റുമെങ്കിൽ 3 years എക്സ്റ്റൻഡ് വാറൻറ്റി മസ്റ്റായിട്ട് എടുക്കണം. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 2018-17 വണ്ടികളിൽ സ്റ്റിയറിംഗ് കോളത്തിന് കംപ്ലയിൻറ്റ് ഒരുപാട് വരുന്നതായിട്ട് ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പുതിയ വണ്ടികളിലും വരുന്നതായിട്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് കോളത്തിന് ഏകദേശം എൻ്റെ ഫുള്ള് സ്റ്റിയറിംഗ് കോളം മാറേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു 40,000 രൂപയുടെ ചിലവുണ്ടായിരുന്നു. വാറൻറ്റിയിലായതുകൊണ്ട് അത് 0 ബില്ല് കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, അതാകുമ്പോൾ നമുക്കൊരു സമാധാനത്തോടെ ഇരിക്കാം, വണ്ടി ഓടിക്കാം. എന്തായാലും എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കാൻ നോക്കുക, മാക്സിമം എടുക്കാൻ നോക്കുക എല്ലാവരും. മാക്സിമം അല്ല, 100% അല്ല, വണ്ടി എടുക്കുന്നവരെല്ലാവരും എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കുക. അത് നമുക്ക് പിന്നത്തേക്ക് എടുക്കാം, വണ്ടിക്ക് പ്രോബ്ലം ഒന്നും വരുത്തുക എന്ന് പറഞ്ഞു. ഓക്കെ, റിസ്ക് എടുക്കാവുന്നവർക്ക് എടുക്കാം. എന്നാലും ഒരു പീസ് ഓഫ് മൈൻഡാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തായാലും എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കുന്നതാണ് നല്ലത്. സ്റ്റിയറിംഗ് കോളത്തിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ടിയാഗോയ്ക്ക്, ഗ്രൂപ്പുകളിലും കാണാറുണ്ട്. അതൊരു ഇഷ്യൂ ആണ്. അതായിരുന്നു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്. സർവീസ് സെൻറ്ററുകളിൽ നമ്മളെ ലക്ക് പോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത് കിട്ടുന്നത്. ടാറ്റയുടെ സർവീസിനെ അറിയാമല്ലോ, നിങ്ങൾ പേര് കേട്ടതാണ്, പല കംപ്ലയിൻറ്റ്സും ഓൺലൈനിൽ കാണുന്നതാണ് സർവീസിനെ കുറിച്ച്. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മളെ അടുത്ത് കിട്ടുന്ന സർവീസ് സെൻറ്റർ നല്ലതാണോ, നല്ല സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ അതിപ്പോൾ ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല, ഒന്നിനെ ഒന്നിനെ ഡിഫെയിം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ ഏരിയയിൽ അന്വേഷിക്കുക എങ്ങനെയാണ് സർവീസ് സെൻറ്ററിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. ഇത്രയും നാളത്തെ ഒരു 4 വർഷത്തെ രീതിയിൽ വണ്ടിയിൽ ഫേസ് ചെയ്യേണ്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് തന്നെയാണ്. സ്റ്റിയറിംഗ് കോളത്തിൻ്റെ കംപ്ലയിൻ്റാണ് എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂ. അത് വാറൻറ്റി ഉള്ളതുകൊണ്ട്, എക്സ്റ്റൻഡ് വാറൻറ്റി ഉള്ളതുകൊണ്ട് വലിയ ചിലവൊന്നും വരാതെ രക്ഷപ്പെട്ടു. പിന്നെ അതാണ് പാർട്സിനൊക്കെ, ഇപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് കോളം വരാനായാലും ഒരു 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പാർട്സൊക്കെ കിട്ടാനായിട്ട്. എന്ന് പറയുമ്പോൾ അവർ ഓർഡർ ചെയ്ത് വാറൻറ്റി ക്ലെയിം അപ്രൂവ് ആയിട്ട് അവർ പാർട്സൊക്കെ നമുക്ക് 1 ആഴ്ച ടൈം എടുക്കും. അതൊക്കെ എനിക്ക് 2 ആഴ്ചയോളം സമയമെടുത്തു സ്റ്റിയറിംഗ് കോളം വന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് പാർട്സിൻ്റെയൊക്കെ അവൈലബിലിറ്റിയുടെ കുറച്ച് ഡിലേ ഒക്കെ ഇടയ്ക്ക് വരും. അല്ലാതെ എന്ത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്രയും ഒരു 4 സ്റ്റാർ സേഫ്റ്റി ഉണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. വണ്ടിയുടെ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയുടെ. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് ഈ ഫാമിലിയോട് അത്രയും ഒരു കോൺഫിഡൻസോടെ നമ്മളൊരു അത്രയെങ്കിലും ഒരു ഇതുണ്ടല്ലോ, ഒരു 64 km/h ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നെങ്കിലും 4 സ്റ്റാർ സേഫ്റ്റി ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തും നമുക്കൊരു കോൺഫിഡൻസും ഒരു സമാധാനവും കിട്ടും വണ്ടി ഫാമിലിയോടെ പോകുമ്പോഴത്തേക്കും. അങ്ങനെ ഒരു ഇതാണ് ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു ചെറിയൊരു ഫാമിലി കാറാണ് ടിയാഗോ. ഇപ്പോൾ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ എടുത്ത് പറയുന്നതാണ്, വണ്ടി എടുക്കുന്നവരും ഇപ്പോൾ വണ്ടി ഉള്ളവരും എക്സ്റ്റൻഡ് വാറൻറ്റി എടുത്തിട്ടില്ലെങ്കിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു സർവീസ് പോലും മിസ്സാക്കാതിരിക്കുക. സർവീസ് മിസ്സാക്കി കഴിഞ്ഞാൽ നമ്മളെ വാറൻറ്റി കട്ടായി പോകും. അതുകൊണ്ട് ഈവൻ മൈനർ സർവീസ് ആയാൽ പോലും ജസ്റ്റ് ഒരു പേരിന് കൊണ്ടുപോയിട്ട് ആ മൈനർ സർവീസ് ചെയ്തിട്ട് നമ്മൾ ആ റെക്കോർഡ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വാറൻറ്റി കിട്ടില്ല. അതൊരു മെയിൻ പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വീഡിയോയിൽ എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വണ്ടി എടുക്കാൻ പോകുന്നവർക്ക്, ഓൾറെഡി വണ്ടി ഉള്ളവർക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വേറെ ടിയാഗോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാക്സ് സൈനിങ്.